Hi all, welcome back to our channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മിൽക്ക് പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. ഈ പുഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ സെറ്റ് ആവാൻ വേണ്ടി ജെലാറ്റിനോ ചൈന ഗ്രാസോ എഗ്ഗോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ പുഡിംഗ് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് ഒരു കപ്പ് തൈര് ചേർക്കാം. ഇത് നല്ല കട്ട തൈരായിരിക്കണം. ഇതിൽ നിന്ന് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. നിങ്ങളെടുക്കുന്ന തൈരിൽ കുറച്ച് വെള്ളം പോലെ ഉണ്ടെന്ന് തോന്നിയാൽ ഒരു അരിപ്പ വെച്ച് അരിച്ച് വെള്ളം മാറ്റി വേണം തൈരെടുക്കാൻ. കാരണം വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ പുഡിംഗ് സെറ്റായി വരും, പക്ഷേ വെള്ളം അടിയിൽ നിന്ന് ഊറി വരും. അതുകൊണ്ടാണ് വെള്ളം അരിച്ച് വേണം നമുക്ക് ഈ പുഡിങ്ങിന് തൈര് ചേർക്കാൻ. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് എടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. കണ്ടൻസ് മിൽക്ക് പറഞ്ഞാൽ നമ്മുടെ മിൽക്ക് മെയ്ഡ്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. കോൺഫ്ലോറിന് പകരം 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും ചേർക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് മിൽക്കും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മിൽക്ക്, 1 കപ്പ് കണ്ടൻസ് മിൽക്ക്, 1 കപ്പ് യോഗേർട്ട്. മൂന്നും ഒരേ അളവിൽ എടുക്കാൻ നോക്കണം. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോ സ്റ്റീൽ പാത്രത്തിലോ വെച്ച് സ്റ്റീം ചെയ്യാം. ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പറും കൊണ്ട് കവർ ചെയ്തിട്ടാണ് സ്റ്റീം ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിഡോ മറ്റും മൂടി വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഈ ബൗളിലേക്ക് അടച്ചു വെച്ച് വേവിക്കണം എന്ന് പറയാൻ കാരണം ഇത് ആവി വരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം പുഡിങ്ങിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊരു 30 മുതൽ 45 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പം 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്തിട്ടുണ്ടോ എന്ന് ഒരു സ്പൂൺ വെച്ച് നോക്കാം. പുഡിംഗ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ നമ്മൾ സെറ്റ് ആവാൻ വെക്കുന്നതല്ല, ഇത് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. തണുപ്പിച്ച് കഴിക്കാൻ വേണ്ടിയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഒരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.